വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് 12th ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട 150 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 12th ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു റിവിഷനായി കൂടി പരിഗണിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡൂയിങ് ദി ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ്, നെയിം ദി ടേം അസോസിയേറ്റഡ് വിത്ത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റുമായിട്ട് ഇത് ഏത് ടേമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എഫിഷ്യൻസി, ഇഫക്റ്റീവ്, ബോത്ത്, മാനേജ്മെൻറ്റ്. യെസ്, അതിൻ്റെ ആൻസർ വരുന്നത് എഫിഷ്യൻസി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 ടേമാണ് പഠിച്ചത് സ്റ്റാർട്ടിങ്ങിൽ: എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്. ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവിങ് ദി റിസൾട്ട് ഓർ അച്ചീവിങ് ദി ടാർഗറ്റ് ഓർ നമ്മുടെ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കുക, അതിനെയാണ് ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ് വിത്ത് മിനിമം കോസ്റ്റ്, മിനിമം എഫേർട്ട് ഓർ ബൈ യൂസിങ് മിനിമം റിസോഴ്സസ്, ദാറ്റ് ഈസ് കോൾഡ് എഫിഷ്യൻസി. ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കുക എങ്ങനെ? മിനിമം കോസ്റ്റിൽ, മിനിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, മിനിമം എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട്, അതിനെയാണ് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അച്ചീവിങ് ദി ടാർഗറ്റ് എന്നുള്ളത് മാത്രമാണ് ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് എഫിഷ്യൻസി എന്നാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എസെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? യെസ്, മാനേജ്മെൻറ്റ് എസെൻസ് ആയിട്ട് അറിയപ്പെടുന്നത് കോർഡിനേഷനാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമാൻ will be considered under which level of management? Lower level, middle level, top level, none of these. ഫോർമാൻ എന്ന് പറയുന്നത് ഏത് ലെവലായിരിക്കും? യെസ്, ഫോർമാൻ എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന മാനേജേഴ്സാണ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, സൂപ്രണ്ട്, സെക്ഷൻ ഓഫീസർ, ചാർജ്മാൻ, എക്സെട്ര. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നാലാമത്തത് മിഥുൻ ചിറ്റിലപ്പള്ളി. The managing director of V-Guard Industries Limited belongs to dash level of management. നമുക്ക് ആ പേരങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മാനേജിങ് ഡയറക്ടറാണ്. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ലെവലായിരിക്കും? യെസ്, അത് ടോപ്പ് ലെവൽ മാനേജർ ആയിരിക്കും. മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ഇനി ഐ ആം ഓൾവേസ് വിത്ത് ദി വർക്കേഴ്സ് ആൻഡ് ഗിവിംഗ് ദം ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോളിംഗ് ദം ഇൻ ദി പെർഫോമൻസ് ഓഫ് ദെയർ ടാസ്ക്. ഹൂ ആം ഐ? വർക്കേഴ്സിന് നിരന്തരം ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, വർക്കേഴ്സിന് ഗൈഡൻസ് കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന മാനേജർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലോവർ ലെവൽ മാനേജർ ആയിരിക്കും. ദാറ്റ് ഈസ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സാണ് വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത്. അവർ മിഡിൽ ലെവൽ മാനേജറും വർക്കേഴ്സിനും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ലോവർ ലെവൽ മാനേജേഴ്സ്. ഇപ്പോൾ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പോളിസി ഫോർമുലേഷൻ ഈസ് ദി ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഓൾ ലെവൽ. ഏതായിരിക്കാം? പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. സാധാരണ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മൊത്തം പോളിസിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ മൊത്തം പോളിസി തീരുമാനിക്കുന്ന സമയത്ത് അത് തീരുമാനിക്കപ്പെടുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നതൊക്കെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സീക്വൻസസ് ഓഫ് പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കറക്റ്റ്? പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് സീക്വൻസ് ഏതാണ്? യെസ്, ഫസ്റ്റ് വരുന്നത് പ്ലാനിങ്, പിന്നെ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ: മിസ്റ്റർ സുരേഷ് is working as the finance manager of MRF Limited. At what level he works in the organization? സുരേഷ് ആണ്. സുരേഷ് എന്നൊന്നും നോക്കണ്ട, ഫിനാൻസ് മാനേജറാണെന്ന് നോക്കിയാൽ മതി.
അപ്പോൾ ഫിനാൻസ് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജറാണ്. ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ എന്നൊക്കെ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഏത് ലെവൽ ഓഫ് മാനേജേഴ്സ് ആയിരിക്കും? യെസ്, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് പ്രോഫിറ്റ്, സർവൈവൽ, പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ്, ഗ്രോത്ത്. അതിൽ ഏതായിരിക്കും ആൻസർ വരിക? യെസ്, പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ്. ബാക്കിയുള്ള പ്രോഫിറ്റ്, സർവൈവൽ, ഗ്രോത്ത് ഇതൊക്കെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒക്കുപ്പേഷൻ നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ്? മിനിമം ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒക്കുപ്പേഷൻ ഏതാണ്? മാനേജർ, ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. മിനിമം ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കാത്ത ഒക്കുപ്പേഷൻ ദാറ്റ് ഈസ് മാനേജറാണ്. മാനേജർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ കോമൺ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും മാനേജറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ദി പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്ക്രണൈസസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് നോൺ ആസ്? പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുക? കൺട്രോളിംഗ് ആണോ, കോർഡിനേഷൻ ആണോ, ഡയറക്റ്റിംഗ് ആണോ, ഓർഗനൈസിങ് ആണോ? സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. ദാറ്റ് ഈസ് കോർഡിനേഷൻ. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജർ മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ മിഡിൽ ലെവൽ മാനേജേഴ്സ് ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസറായിട്ട് വരുന്നത് കോർഡിനേഷനാണ്. നെക്സ്റ്റ്, വൺ സബോർഡിനേറ്റ് മസ്റ്റ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് റെഫേർഡ് ഹിയർ? ഒരു സബോർഡിനേറ്റിന് ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? യെസ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫയോളിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ ഒരേ സമയത്ത് ലഭിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നത്. ഒന്നിലേറെ സുപ്പീരിയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺട്രഡിക്ടറി ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനും അങ്ങനെ സബോർഡിനേറ്റ്സിന് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഇടവരും. അതുകൊണ്ട് തന്നെ ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ എന്ന് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിളിൽ ഹെൻറി ഫയോൾ പറയുന്നു. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി മാനേജ്മെൻറ്റ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗ്രൂപ്പ് എഫേർട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. യെസ്, ദാറ്റ് ഈസ് എസ്പ്രിറ്റ് ഡി കോർപ്സ്. എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന ഹെൻറി ഫയോളിൻ്റെ 14ാമത്തെ പ്രിൻസിപ്പിളിലാണ് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. എസ്പ്രിറ്റ് ഡി കോർപ്സ്. Dash principle states that there should be one head and one plan for a group of activities having the same objective. ഈ പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ്. ഇപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സ്ഥാപനത്തിന് ഒരു ടോപ്പ് ഹെഡ്, ടോപ്പ് മാനേജറായിട്ട് ഒരാൾ, അയാൾ പറയുന്ന പ്ലാൻ ആയിരിക്കണം ആ സ്ഥാപനത്തിന് മുഴുവനും ഫോളോ ചെയ്യേണ്ടത്. സോ ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ്. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നെക്സ്റ്റ്, മിസ്റ്റർ സത്യൻ, ദി പ്രൊഡക്ഷൻ മാനേജർ ഓഫ് എ ഫേം ഇൻസ്ട്രക്ട്സ് മിസ്റ്റർ സന്തോഷ് വർക്കർ ടു പ്രൊഡ്യൂസ് 60 units of a product per day. Mr. Matthew, the assistant production manager, instructs Mr. Santosh to produce 90 units. Which is the management principle violated here? സത്യൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മാനേജർ സന്തോഷ് എന്ന് പറയുന്ന വർക്കറോട് പറയുന്നു 60 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതേ സമയത്ത് മാത്യു എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ മാനേജർ സന്തോഷിനോട് തന്നെ പറയുന്നു 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്.
ഒരു മാനേജർ പറയുന്നു 60 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മറ്റൊരു മാനേജർ അവരോട് തന്നെ പറയുന്നു 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് ഏത് പ്രിൻസിപ്പിളിൻ്റെ വയലേഷനാണെന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സബോർഡിനേറ്റിന് ഒരു ഇമ്മീഡിയറ്റ് സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. ആ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ 2 സുപ്പീരിയർ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓർഡറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഹെൻറി ഫയോളിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിളിന് എതിരാണ്. നെക്സ്റ്റ്, വിച്ച് ടെക്നിക് ഓഫ് ടെയ്ലർ സെപ്പറേറ്റ്സ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ? പ്ലാനിങ്ങും എക്സിക്യൂഷൻ ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്യുന്ന ടെയ്ലറുടെ ടെക്നിക്ക് ഏതായിരിക്കാം? യെസ്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരം ഒരു സ്ഥാപനത്തിലെ ഒരു വർക്കറെ മാനേജ് ചെയ്യുന്നത് 8 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്നിട്ടാണ്. 4 പേര് പ്ലാനിങ് ഇൻചാർജിലും 4 പേര് എക്സിക്യൂഷൻ ഫംഗ്ഷനും. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ഓൾ ഹിസ് കൺവെർസേഷൻസ് വിത്ത് വർക്കേഴ്സ് ടു ഫോസ്റ്റർ ടീം സ്പിരിറ്റ്. അതേതായിരിക്കും? ഐ വിത്ത് വി, ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. യെസ്, അത് വരുന്നത് എസ്പിരിറ്റ് ഡി കോർപ്സ് ആണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് എഫേർട്ടിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് യൂണിയൻ ഈസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫയോൾ ദി ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്സ് ആർ നോൺ ആസ് ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതിൻ്റെ ഫോർമൽ ലൈൻസിന് പറയുന്ന പേര് ഓർഡർ, ഇക്വിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കാലർ ചെയിൻ. യെസ്, വരുന്നത് സ്കാലർ ചെയിൻ ആണ്. അപ്പോൾ സ്കാലർ ചെയിൻ മീൻസ് ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് സുപ്പീരിയർ ടു സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ചെയിനെയാണ് പറയുന്നത് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എ വർക്കർ. വർക്കറുടെ മൂവ്മെൻറ്റ്സ് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി എന്തായിരിക്കാം? യെസ്, അത് വരുന്നത് മോഷൻ സ്റ്റഡിയാണ്. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് ഓഫ് വർക്കേഴ്സാണ്. വർക്കേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിച്ച് യൂസ്ലെസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മൂവ്മെൻറ്റ് സ്റ്റഡി നടത്തുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദി ഓഡ് വൺ. യൂണിറ്റി ഓഫ് കമാൻഡ്, ഡിവിഷൻ ഓഫ് വർക്ക്, ഡിസിപ്ലിൻ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതായിരിക്കും? യെസ്, ഗ്രൂപ്പിൽപ്പെടാത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. കാരണം ബാക്കി 3ഉം ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ആയാലും ഡിവിഷൻ ഓഫ് വർക്ക് ആയാലും ഡിസിപ്ലിൻ ആയിക്കഴിഞ്ഞാലും ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസാണ്. FW ടൈലറുടെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. നെക്സ്റ്റ്, ദി എസൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐഡൻറ്റിഫൈ ദി പ്രിൻസിപ്പിൾ. നേരത്തെ പറഞ്ഞു യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നുള്ള പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫയോൾ, ഇൻ എമർജൻസീസ് എംപ്ലോയീസ് ഓഫ് ദി സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇറ്റ് ഈസ് കോൾഡ് സ്കാലർ ചെയിൻ, ഇനീഷ്യേറ്റീവ്, ഗാങ് പ്ലാൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഏതായിരിക്കും? യെസ്, ദാറ്റ് ഈസ് ഗാങ് പ്ലാൻ. സാധാരണ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും മൂവ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു സ്കാലർ ചെയിൻ ആണ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിനനുസരിച്ച് മാത്രമേ ഏത് കമ്മ്യൂണിക്കേഷനും മൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഫയോള് പറയുന്നത്. പക്ഷേ എമർജൻസി കേസസിൽ എംപ്ലോയീസ് ഓഫ് ദി സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അതിനെയാണ് പറയുന്നത് ഗാങ് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെയിം ദി ടെക്നിക് അഡ്വൈസ്ഡ് ബൈ ടൈലർ ടു ഗിവ് മോർ സാലറി ടു ആൻ എഫിഷ്യൻറ്റ് വർക്കർ. എഫിഷ്യൻറ്റ് വർക്കർക്ക് കൂടുതൽ സാലറി കൊടുക്കണം എന്ന് പറയുന്ന ടൈലറുടെ ടെക്നിക്ക്, അതിൻ്റെ പേരെന്താണ്? യെസ്, അതിന് ടൈലർ പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നാണ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം പ്രകാരം എഫിഷ്യൻറ്റ് വർക്കർക്ക് കൂടുതൽ റേറ്റ് ഓഫ് വേജസും ഇൻഎഫിഷ്യൻറ്റ് വർക്കർക്ക് കുറഞ്ഞ റേറ്റ് ഓഫ് വേജസും ഓഫർ ചെയ്യണം എന്നാണ് ടൈലർ പറയുന്നത്. ഇൻഎഫിഷ്യൻറ്റ് വർക്കർക്ക്
നമ്മുടെ ഫാക്ടറിയിൽ കാര്യമായ സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്നാണ് ടെയ്ലർ ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ്. ഐഡൻറ്റിഫൈ ദി ടെക്നിക്. ടൈം സ്റ്റഡി, ഫെറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി. ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ്. ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് അത് കണ്ടെത്താനുള്ള സ്റ്റഡി. അത് കണ്ടെത്താനുള്ള സ്റ്റഡിയാണ് മെത്തേഡ് സ്റ്റഡി. അപ്പോൾ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ്. നെക്സ്റ്റ് വരുന്നത് ഡാഷ് സീക്സ് ടു ഡിറ്റർമിൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. റെസ്റ്റ് ഇൻ്റർവെൽസ് കണ്ടെത്താനുള്ള സ്റ്റഡി. എത്ര സമയം റെസ്റ്റ് കൊടുക്കണം, എത്ര ടൈം കഴിഞ്ഞ് ഓരോരാൾക്കും റെസ്റ്റ് കൊടുക്കണം, ഇതൊക്കെ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായി പഠിക്കുന്ന ആ പഠനത്തെ പറയുന്ന പേര് ദാറ്റ് ഈസ് ഫെറ്റിക് സ്റ്റഡി. നെക്സ്റ്റ് വരുന്നത് ഹൂ ഈസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പിതാവായിട്ട് അറിയപ്പെടുന്നത് FW ടൈലർ. നെക്സ്റ്റ്, ഹൂ ഈസ് ദി ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. ജനറൽ മാനേജ്മെൻറ്റ് പിതാവായിട്ട് അറിയപ്പെടുന്നത് ദാറ്റ് ഈസ് ഹെൻറി ഫെയോൾ. ഇനി നെക്സ്റ്റ്, ടൈലർ പ്രപ്പോസ്ഡ് 8 സ്പെഷ്യലിസ്റ്റ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ഈച്ച് വർക്കർ. ദി സ്പെഷ്യലിസ്റ്റ് who is responsible for keeping machines and tools etc. ready for operation by workers is called dash. Speed boss, gang boss, repair boss, inspector. ടൈലർ പറയുന്നത് 8 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഒരു പ്രത്യേക വർക്കറെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ 8 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് വർക്കർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റാണ് മെഷീൻസും ടൂൾസും ഒക്കെ റെഡിയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള സ്പെഷ്യലിസ്റ്റ്. ആ സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന പേര് ആ സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന പേരാണ് ഗാങ് ബോസ്. അപ്പോൾ ഗാങ് ബോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് മെഷീൻസ് ആൻഡ് ടൂൾസ് എക്സെട്ര റെഡി ഫോർ ഓപ്പറേഷൻ ബൈ വർക്കേഴ്സ്. നെക്സ്റ്റ്, the term which is used by Taylor to denote a change in the attitude of workers and management towards one another from competition to cooperation. എന്തായിരുന്നു? ടൈലർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണിത്. വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് കോഓപ്പറേഷനിലേക്ക് നീങ്ങണം, സഹകരണത്തിലേക്ക് നീങ്ങണം. അങ്ങനെ നല്ല സഹകരണത്തോടു കൂടി അവർ രണ്ടുപേരും പ്രവർത്തിക്കണം എന്ന് പറയാനായിട്ട് ഉപയോഗിച്ച ടേം ദാറ്റ് ഈസ് മെൻ്റൽ റവല്യൂഷൻ. ഇപ്പോൾ മെൻ്റൽ റവല്യൂഷൻ, മാനസിക വിപ്ലവത്തിലൂടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് സഹകരണത്തിലൂടെ ഒന്നിച്ച് പ്രവർത്തിക്കണം, മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ കാര്യമായ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് മെൻ്റൽ റവല്യൂഷനിലൂടെ ടൈലർ പറയുന്നത്. നെക്സ്റ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് വൺ ഓഫ് ദി കീ എലമെൻറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ഡാഷ്. ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. നെക്സ്റ്റ്, ഇൻട്രഡക്ഷൻ ഓഫ് മൊബൈൽ ഫോൺസ് have negatively affected the business of cameras and watches. It is related to technological environment, political environment, legal environment, social environment. Introduction of mobile phones. മൊബൈൽ ഫോൺ വന്നതോടുകൂടി ക്യാമറയുടെയും വാച്ചസിൻ്റെയും ഒക്കെ ബിസിനസ് ഒരുപാട് ബാധിച്ചു. അത് ആ എൻവയോൺമെൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് technological environment. Next, there is heavy demand for fast food restaurants in Kerala due to the change in lifestyle of the people. Describe the environment affected here. എന്തായിരിക്കാം? Demand for fast food restaurants in Kerala due to change in lifestyle of the people. ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? that is social environment. Next,
Which of the following dimensions of business environment includes legislations passed by the government, administrative orders issued by government authorities? ഏതായിരിക്കാം? ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകൾ അല്ലെങ്കിൽ ലെജിസ്ലേഷൻസ് പാസ് ചെയ്യുന്ന അസംബ്ലികൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയാലും പാർലമെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാലും പാസ് ചെയ്യുന്ന പലതരത്തിലുള്ള നിയമങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ബിസിനസ് എൻവയോൺമെൻ്റ് ആയിരിക്കാം? യെസ്, ദാറ്റ് ഈസ് legal environment. Next, business environment is the sum total of all the factors and forces dash to a business. എന്തായിരിക്കാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഡാഷ് ടു എ ബിസിനസ്. ഇൻറ്റേർണൽ ആണോ, സ്പെസിഫിക് ആണോ, എക്സ്റ്റേണൽ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് എക്സ്റ്റേണൽ ടു എ ബിസിനസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്? സോഷ്യൽ എൻവയോൺമെൻറ്റിന് എക്സാമ്പിൾ: മണി സപ്ലൈ ഇൻ ദി എക്കോണമി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി, കോമ്പോസിഷൻ ഓഫ് ഫാമിലി. എന്തായിരിക്കാം? യെസ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫാമിലി ആയിരിക്കും. മണി സപ്ലൈ ഇൻ ദി എക്കോണമി എന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി എന്നൊക്കെ പറയുന്നത് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. നെക്സ്റ്റ്, ഗാട്ട് സ്റ്റാൻഡ്സ് ഫോർ GAAT. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? യെസ്, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, ഇതാണ് ഗാട്ടിൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, ഗാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ്. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഈ എഗ്രിമെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കാം? ദാറ്റ് ഈസ് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ നിയമങ്ങൾ പാസ്സാക്കുന്നതും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ ലീഗൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ എക്സെട്ര കംസ് അണ്ടർ ഡാഷ് ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ബാങ്ക് റേറ്റ് ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് യെസ്, എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാം. നെക്സ്റ്റ്, no smoking in the factory is an example of no smoking. Silence, keep silence. All students should wear uniform. ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? റൂൾ, മെത്തേഡ്, പോളിസി, പ്രൊസീജിയർ. യെസ്, ദാറ്റ് ഈസ് റൂളാണ്. അപ്പോൾ റൂൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ദി വയലേഷൻ ഓഫ് വിച്ച് വിൽ കോൾ ഫോർ പണിഷ്മെൻറ്റ്. ഇപ്പോൾ റൂൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് പണിഷബിൾ. അത്രയേറെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു റൂളാണ്. അവിടെ വെച്ച് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പണിഷബിൾ. നെക്സ്റ്റ്, എ കമ്പനി നീഡ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ഇറ്റ്സ് ന്യൂ പ്രൊജക്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഷോപ്പിംഗ് മാൾ. വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് ഇറ്റ്? കമ്പനിക്ക് ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ വേണം അവരുടെ പുതിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ഷോപ്പിംഗ് മാൾ, ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കാനുണ്ട്. പുതിയ പ്രൊജക്റ്റാണ്. അത് ഏത് ടൈപ്പ് പ്ലാൻ ആണെന്നാണ് ചോദിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, the primary function of management is, management primary function, first function of management is, yes, that is planning. Planning ആണ് primary function of management. Next, a dash is a general statement which provides guidelines for decision making. തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. അതെന്തായിരിക്കാം? പോളിസി ആണോ, റൂൾസ് ആണോ, പ്രൊസീജിയർ ആണോ, സ്ട്രാറ്റജി ആണോ? യെസ്, ദാറ്റ് ഈസ് പോളിസി. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹെൽപ്പ് ദി മാനേജേഴ്സ് ഫോർ ടേക്കിംഗ് വേരിയസ് ഡിസിഷൻസ്.
പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഈസ് മെയ്ഡ് ഇൻ ദി ലൈറ്റ് ഓഫ് ദി പ്ലാൻസ് ഓഫ് ദി കോമ്പറ്റേറ്റേഴ്സ് ഈസ് കോൾഡ്. കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്ന പ്ലാൻ, അതിനെന്താണ് പറയാം? പോളിസി, റൂൾസ്, പ്രൊസീജിയർ, സ്ട്രാറ്റജി. അതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റജി. നമ്മൾ തന്ത്രങ്ങൾ മെനയാം. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് എന്തൊക്കെ പ്ലാനുകളാണോ തയ്യാറാക്കുന്നത് ആ പ്ലാനുകൾ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം. അത്തരം തന്ത്രങ്ങൾ നമ്മൾ മെനയണം. അതിനെയാണ് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി അസംഷൻസ് ആൻഡ് പ്രിഡിക്ഷൻസ് മെയ്ഡ് അബൌട്ട് ഫ്യൂച്ചർ വൈൽ ഫോർമുലേറ്റിംഗ് പ്ലാൻസ് ആർ കോൾഡ്. പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഭാവിയെക്കുറിച്ചിട്ട് പല അസംഷൻസും പ്രിഡിക്ഷൻസും ഒക്കെ നമ്മൾ നടത്തും. അതിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് പ്ലാനിങ് പ്രിമൈസസ്. ഇപ്പോൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ അസംഷൻസ് ആൻഡ് പ്രിഡിക്ഷൻസ് മെയ്ഡ് അബൌട്ട് ഫ്യൂച്ചർ വൈൽ ഫോർമുലേറ്റിംഗ് പ്ലാൻസ്. പ്ലാനുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഭാവിയെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും അസ്യൂം ചെയ്യും, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. അതിനാണ് പറയുന്നത് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്ലാനിങ് പ്രോസസ് ഈസ്. പ്ലാനിങ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഫോളോ അപ്പ് ആക്ഷൻ, ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആക്ഷനാണ്. പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ ഇംപ്ലിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ വർക്ക് നടക്കുന്നത് എന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ആ ഫോളോ അപ്പ് ആക്ഷനാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് ദി റീസൺ. ബജറ്റ്, പ്രോഗ്രാം, പ്രൊജക്റ്റ്, പ്രൊസീജിയർ. ഏതായിരിക്കാം? ബജറ്റ്, പ്രോഗ്രാം, പ്രൊജക്ട്സ്, പ്രൊസീജിയർ. ദാറ്റ് ഈസ് പ്രൊസീജിയർ ആണ്. ബിക്കോസ് ഓൾ അതേഴ്സ് ആർ സിംഗിൾ യൂസ് പ്ലാൻസ്. മറ്റുള്ളതൊക്കെ സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. ബജറ്റ് ആയാലും പ്രോഗ്രാം ആയാലും പ്രൊജക്ട്സ് ഒക്കെ ആയിക്കഴിഞ്ഞാലും സിംഗിൾ യൂസ് മാത്രമാണ്, ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് അത് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, എ ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ബജറ്റ്, പ്രൊസീജിയർ, മെത്തേഡ്, സ്ട്രാറ്റജി. ഏതായിരിക്കാം? ദാറ്റ് ഈസ് ബജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് ആർ റൊട്ടീൻ സ്റ്റെപ്സ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്. റൊട്ടീൻ സ്റ്റെപ്സ് ആണ്, എങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതിന് ഡെയിലി ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റെപ്സ് അടങ്ങിയിരിക്കുന്ന ഒന്നിനെയാണ് പറയുന്നത് പ്രോഗ്രാം, പ്രൊസീജിയർ, മെത്തേഡ്, സ്ട്രാറ്റജി. എന്തായിരിക്കാം? ദാറ്റ് ഈസ് പ്രൊസീജിയർ. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് റൊട്ടീൻ സ്റ്റെപ്സ് ആണ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റെപ്സ്, റൊട്ടീൻ സ്റ്റെപ്സ്, അതാണ് പ്രൊസീജിയറിൽ പറയുന്നത്. ഇതോടുകൂടി തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.